ഓട്സ് ഉപ്മാവിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓട്സ് ഇഷ്ടമില്ലാത്തവരായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് എന്തായാലും പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ചെറുതായിട്ട് മുറിച്ച സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം നമ്മൾ മുട്ട വറവെല്ലാം ആക്കൂലേ അതേപോലെ ആക്കിയെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ബൗളിൽ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കാം. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴഞ്ഞു പോകരുത്. കുറച്ച് ആയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഓട്സെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴഞ്ഞ പോലെ ആക്കാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഓട്സ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസിനും സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്